ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന മലയാളികളുടെ തന്നെ ഏറ്റവും വികാരം കൊള്ളിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അതായത് ഷാപ്പിലെ നമ്മുടെ ഫ്രോക്ക് ഫ്രൈ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം അല്ലേ. അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാ. അപ്പൊ നമുക്ക് ഇന്ന് നല്ല തനി നാടൻ പന്നീനെ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അതിനെല്ലാം വെട്ടിക്കണ്ടിച്ച് ഞുറുക്കി ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ ചട്ടിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പം നമുക്കത് വേവിക്കാനായിട്ട് നമ്മളിപ്പം വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഇതിന് ആ ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒത്തിരി ആഡ് ചെയ്യണ്ട കേട്ടോ, കുറച്ച് മതി. ജസ്റ്റ് ആ ഇറച്ചിയിലേക്ക് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമ്മൾ ഒത്തിരി ഇപ്പം ആഡ് ചെയ്യുന്നില്ല. ബാക്കി നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള പണിക്കാണ്. പിന്നെ വേണ്ടുന്നത് ഒരു തണ്ട് കറി ലീഫിന് ഇങ്ങനെ വിതറി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വെളുത്തിരിക്കുന്ന നമ്മുടെ പന്നിക്കുട്ടനെ ഒന്ന് ഇച്ചിരി കളറൊക്കെ ആക്കണ്ടേ, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾ പൊടി, വളരെ കുറച്ച്, 1 ടീസ്പൂൺ മാത്രം ഞാൻ ഇടുന്നുള്ളൂ മീറ്റ് മസാല, കുറച്ച് മല്ലിപ്പൊടി. നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിരുമ്മി അടുപ്പിലേക്ക് വെക്കാം. നമുക്കൊന്ന് തിരുമാം അല്ലേ. അവരെല്ലാം ഒന്ന് മിക്സ് ചെയ്യണ്ടേ. ഇപ്പം എല്ലാവരും വേറെ വേറെ കിടക്കുന്നത്. അവരെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ട് തിരുമ്മി എല്ലാ ഭാഗത്തും ഒന്ന് എത്താൻ വേണ്ടിയാ കേട്ടോ. ഇതിപ്പോൾ ഇറച്ചിയുടെ പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ തിരുമ്മി സെറ്റാക്കി വെച്ചേക്കുന്ന നമ്മുടെ പന്നിക്കുട്ടനെ നമ്മൾ അടുപ്പേ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ചടി പിടിക്കാതെ, അല്ല അടിഭാഗം മാത്രം വേകുകയും മൂടി വേകാതെയും വരും. നമുക്കിനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാവേ. നമ്മുടെ പന്നി വരുന്നോ കുടുകുടാന്ന് തിളയ്ക്കാൻ നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം അല്ലേ. ചെറുതായിട്ട് നന്നായിട്ട് തിളയ്ക്കാനൊക്കെ തിളക്കണ്ടോ. ഞാൻ പറയില്ല, നമ്മൾ കുറച്ച് പോലും വെള്ളം ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്തിനു വേണ്ടി വെള്ളമായെന്ന് നമുക്കൊന്ന് അങ്ങനെ ഇളക്കിയിടാം. ഈ പന്നിയിറച്ചിക്ക് ഒരു കുഴപ്പമുണ്ട്, ഒത്തിരി നേരം വെച്ചാൽ സാധനം വെന്ത് പോകും. ഇനിയല്ല നമ്മൾ നേരത്തെ വാങ്ങിയാലോ അധികം വേഗാതെ വാങ്ങിക്കഴിഞ്ഞാൽ വിഷയമാവുകയും ചെയ്യും. ഒന്നും ആയിട്ടില്ല കേട്ടോ. കുറച്ച് നേരം കൂടെ അടുപ്പേ വെച്ച് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. അധികം വെന്ത് പോകരുത്, എന്നാൽ വേവുകയും ചെയ്യണേ. ആ ഒരു പരുവത്തിന് നമുക്ക് വാങ്ങാം. ഇടയ്ക്കിടയ്ക്ക് ഇനി ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനിടയോട് കൊണ്ട് കുറെ തവണ നമ്മൾ ഇറക്കിയിട്ടായിരുന്നു കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം എന്തായി നമ്മുടെ പതിച്ചട്ടണം അല്ലേ. ഉണ്ടോ, നമ്മൾ വെള്ളം ഒഴിക്കാഞ്ഞിട്ട് തന്നെ ഇതുണ്ടോ, അത്യാവശ്യം നല്ല ചാറുണ്ട്. കുഴപ്പമില്ല, അതുകൊണ്ട് നമുക്ക് പണിയുണ്ടേ. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പൊ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അധികം വേവിച്ച് കളയരുത്. നമുക്കിനി ഇവനെ ഇട്ട് പണിയുള്ളതാണ്. നമുക്കിനി ഇവനെ അടുപ്പേന്ന് വാങ്ങാം കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ വെന്ത പന്നീനെ നമുക്കിനി ഫ്രൈ ആക്കാം അല്ലേ. നമ്മുടെ മെയിൻ ചട്ടിയായി എഴുതിയ ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചത് അവൻ നല്ല ചൂടായി പൊള്ളി ഇരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തൊലി ഒരുക്കാത്തതുകൊണ്ട് തന്നെ നെയ്യ് കാണും. നമുക്ക് ആ ഒരു സവോളയൊക്കെ വാടാൻ ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പം നമ്മൾ കടുകല്ല പൊട്ടിക്കുന്നത്, നമ്മുടെ പെരുപിരാന്നിരിക്കുന്ന പെരുംജീരകത്തിന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അവൻ പൊട്ടിത്തെറിച്ച് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സവോളയൊന്നും അധികം വാടണമെന്നില്ല. ജസ്റ്റ് ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് കുറച്ചൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അവൻ്റെ ഒരു നിറമൊക്കെ മാറി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പൊ നമ്മുടെ ചുമചുമാന്നിരുന്ന ഉള്ളിയൊക്കെ ഇതേ നിറം മാറിയൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഒത്തിരി നമ്മൾ അങ്ങ് ഫ്രൈ ആക്കി കളയണ്ട. നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഒത്തിരി ക്യാരറ്റ് ചേർക്കണ്ട. ഒത്തിരി ക്യാരറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കറി മധുരമായി പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് എടുത്ത് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി ക്യാരറ്റ് ആഡ് ചെയ്യണ്ട. നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം. ക്യാരറ്റ് ഇച്ചിരി ഒന്ന് വാടിക്കോട്ടെ. കടിച്ചു കിടക്കുക അല്ലേ. ഇതാ നമ്മുടെ ഇരുമീനിച്ചിട്ട് ഗുണം. ചൂടായ ടപ്പയെന്ന കാര്യങ്ങള് നടക്കും. തന്നെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിയൊക്കെ വാടിക്കിട്ടി. അവൾക്ക് തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സവോളയും ക്യാരറ്റും ഒക്കെ വാടിക്കഴിയുമ്പം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചുമന്ന തക്കാളിനെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുഴുവൻ തക്കാളി ഇട്ടിട്ടില്ല, ഒരു തക്കാളി എടുത്ത് മുഴുവൻ ഇട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. സമയത്തൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ അറിയാം. പച്ചമുളക്, ഒത്തിരി എരിവ് വേണ്ടുന്നവർക്കാണെങ്കിൽ ചിലർക്കൊക്കെ നല്ല എരിവ് വേണം. അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, പലർക്കും പല ഇഷ്ടമല്ലേ. ചിലർക്ക് എരിവ് വേണം, ചിലർക്ക് എരിവ് വേണ്ട, ചിലർക്ക് നല്ല സ്പൈസി ആയിട്ട് വേണം. നമുക്ക് ഇതിലേക്ക് 2-3 വറ്റൽമുളകും കൂടി ചെറുതായിട്ട് മുറിച്ച് വെച്ചതിനെ ഇട്ട് കൊടുക്കാം. ഇവരെല്ലാരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകൂടി മിക്സ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുറച്ചാടി അവരുടെ ആ പച്ചമണം ഒന്ന് മാറി വന്നിട്ട് കേട്ടോ. നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ പൊടികളെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. നമുക്ക് ഇച്ചിരി കളറൊക്കെ വരട്ടെ, ഇച്ചിരി മേക്കപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് മുളക് പൊടിയാണ്, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത്. അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തേ. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ഒരു അത്യാവശ്യം 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മഞ്ഞൾ പൊടി, പിന്നെ നല്ല നാടൻ മീറ്റ് മസാല. നമുക്കൊരു 2 ടീസ്പൂൺ കേട്ടോ. നമുക്ക് ഇവരെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു മൂപ്പിലാകട്ടോ നമ്മുടെ കറിയുടെ രുചി ഇരിക്കുന്നത്. ഈ മസാല കറക്റ്റ് പാകത്തിന് മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ രുചി, അത് മൂപ്പ് കൂടിയാലും രുചി പോകും, മൂപ്പ് കുറഞ്ഞാൽ അതിൻ്റെ ഒരു പച്ചച്ചവ എടുത്ത് നിൽക്കും. മൂപ്പ് കൂടി കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പും ആകും, രുചിയും. നമ്മൾ കൈ എടുക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഓൾറെഡി ഇറച്ചിക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് കേട്ടോ ഉപ്പിടാത്തത്. നമുക്ക് ഇറച്ചി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നോക്കാം, നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം.
നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കണ്ട ഈ കളർ റെഡും അല്ല ബ്രൗണും അല്ലാത്ത ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് കേട്ടോ. ഇനി ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ആ ഇറച്ചിയുടെ ചാറ് നമുക്ക് ആവശ്യമുണ്ടെന്ന്, അത് ഞാനെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഈ സിറപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സിറപ്പ് നമ്മുടെ ഈ ഗ്രേവിക്കകത്ത് കിടന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് തരുമ്പോൾ നമുക്ക് കറിക്ക് വേറൊരു ടേസ്റ്റ് ആവട്ടോ. ഇറച്ചി വെന്തതിന്റെ ആ ഒരു ഇതെല്ലാം അതിനകത്തുണ്ടല്ലോ. നമ്മുടെ ചട്ടി നല്ല ചൂടായിരുന്നോണ്ട് പെട്ടെന്ന് വറ്റി കുറുകിയേ. നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പന്നിക്കുട്ടനെ ഇതിനകത്തേക്ക് ഇട്ട് അവനെ നല്ല ചുമന്ന കളറാക്കി നല്ല സുന്ദര കുട്ടപ്പനെ നമുക്ക് പന്നിക്കുട്ടനെ ഇങ്ങോട്ട് നമ്മളിത് എല്ലാരും ഒന്ന് ഇളക്കി ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചുമന്ന് നല്ല സുന്ദരനായിട്ടിരിക്കുന്നു. നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്. നമ്മള് ടൊമാറ്റോ ഫുൾ ആഡ് ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ, ബാക്കി ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യാം. ഒത്തിരി ടൊമാറ്റോയും ആഡ് ചെയ്യരുതേ, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് ഒരു പുളി കയറും. പിന്നെ നമ്മള് മുഴുവൻ ജിഞ്ചർ പേസ്റ്റ് ഇട്ടിട്ടില്ലായിരുന്നല്ലോ, ജിഞ്ചർ ഗാർലിക്ക്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറി ലീഫ് ആഡ് ചെയ്യാം. ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോംബെ മല്ലിയാ കേട്ടോ. മല്ലിയിലയുടെ അതേ തന്നെ ടേസ്റ്റ് ആണ്. നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് ഒത്തിരി ഇടരുത്, അതിന് നമ്മുടെ മല്ലിയിലേക്കാളൊക്കെ ഇച്ചിരി കടുപ്പം കൂടിയൊരു ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് ഇതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. അടി പിടിക്കാതെ ഇളക്കിക്കണം കേട്ടോ. അടി പിടിച്ചു കഴിഞ്ഞാൽ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ആ അരപ്പ് കിടന്നങ്ങ് കരിയുവേ. എങ്ങനെയായിരുന്നു നമ്മുടെ പന്നിക്കുട്ടനല്ലേ, എന്നാ നല്ല കളറിലേക്ക് വന്നു. നമുക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ തൂളി ഇച്ചിരി നേരത്തേക്കൊന്ന് മൂടി വെക്കാവേ. ആവി അതിനകത്തൊന്ന് നിന്നോട്ടെ. നമ്മുടെ ഉപ്പ് എരിവൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര മണികളെയും കൂടി ഒന്ന് ഇതിലേക്ക് തൂളി കൊടുക്കാവേ. മധുരത്തിനല്ല കേട്ടോ, മധുരം വരുവേ ഇല്ല. അപ്പൊ പഞ്ചസാരയും കൂടി ഇടി കഴിയുമ്പോ കളറും ഒന്ന് സെറ്റ് ആവും. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ ഫ്രൈകൾക്കെല്ലാം ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ മുത്തായ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടെ പൊടിച്ചതും കൂടെ ഇതിന്റെ കൂട്ടത്തിലങ്ങ് വെതറി കൊടുക്കാം. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്താ മണമല്ലേ.
ഉപ്പൊന്ന് നോക്കണം കേട്ടോ. കഷ്ണത്തിന് ഉപ്പുണ്ടോ മതിയോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇടയ്ക്ക്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ. ഈ സമയത്ത് അധികം തീ ഇടരുതേ, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടിയിൽ ഇത് കരിയും, മസാല കരിയും. അപ്പൊ ഇതേ നമ്മുടെ നല്ല നാക്കി കൊതിയൂറുന്ന പന്നി ഫ്രൈ ഇതേ അടിപൊളിയല്ലേ കാണാന്. ആ മസാലയെല്ലാം നല്ല പാകത്തിന് മൂത്ത് ഇറച്ചിയിലേക്ക് പിടിച്ചിരിക്കുന്നുണ്ടോ. നല്ല ചൂട് പച്ചക്കപ്പയോ, ഇപ്പൊ ചക്കയുടെ സീസൺ തുടങ്ങിയല്ലോ, ചൂട് ചക്കയുടെ ഒക്കെ കൂടുതൽ അല്ലേ നല്ല പാലപ്പത്തിന്റെ കൂടുതൽ കഴിക്കണം. മോനെ ഇതല്ലേ. അപ്പൊ നമുക്കിനി ഇവനെ അടുപ്പേന്ന് വാങ്ങാം. ഗായ്സ് ഇതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാപ്പിലെ പന്നി ഫ്രൈ ഇതേ റെഡി ആയിട്ടുണ്ട്. എന്നാ ടേസ്റ്റാന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല കേട്ടോ, നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പൊ എൻ്റെ ചങ്കുകളെല്ലാം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടോന്നൊന്ന് പറയണം കേട്ടോ. അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിനിയും പുതിയ പുതിയ ഇങ്ങനെ റെസിപ്പികളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാന്നേ. അപ്പൊ ഇനി ഒരു വീഡിയോയിലൂടെ കാണാൻ വരെ ബൈ.